നായരാണ് തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീ ചന്ദ്രൻ നായർ, ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ എണ്ണമറ്റ ആയുധങ്ങളുണ്ട് എന്നുള്ളത് പലതവണയായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഗതികെട്ട് നിൽക്കുന്ന ഒരു രാജ്യം, അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർ ആ അവസാന ആയുധങ്ങളുമെല്ലാം കൂട്ടത്തോടെ എടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യത പോലും അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് യുദ്ധം അവസാനിക്കാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടാകുമോ? കിരൺ സാർ, നമസ്തേ. നമസ്കാരം. ഈ വലിയ പോരാട്ടം ഇന്ത്യ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങൾ കണ്ടിരുന്നാൽ പറ്റില്ല. ഇന്ത്യയിലെത്തി മടങ്ങിയ കപ്പലിനെ നശിപ്പിച്ചു, അതിനും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. അതൊരു വലിയ അപരാധം തന്നെയാണ്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ വന്നു പോയ ആതിഥേയരാണ് അവരെന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ഇന്ത്യ പ്രതികരിക്കണമായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഇന്ത്യക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നടത്താൻ സാർ ഏതുവരെ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെ ഒന്നും കാണുന്നില്ല. ഏതായാലും എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ളതും പ്രത്യേകിച്ച് കേരളത്തിലുള്ളതായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളം അല്ലാത്തവരുമായിട്ടുള്ള അവരുടെ കുടുംബാംഗങ്ങളും അവരും എല്ലാം വല്ലാത്തൊരു അങ്കലാപ്പിലാണ് സാർ, ഞാൻ ഉൾപ്പെടെ. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടിലാണ്. ഇന്ത്യ ഇതിനകത്ത് കാര്യമായിട്ട് ഇടപെടണം, മൗനം വിട്ട് ഇന്ത്യ ഇടപെട്ടേ പറ്റുള്ളൂ എന്നാണ് സാർ എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സലീമാണ്, മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സലീം, ഈ ഇറാന് ഇസ്രയേലും അമേരിക്കയും പോലുള്ള രണ്ട് ലോക ശക്തികൾ, ആയുധ ശക്തികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, അവർ ഒരുമിച്ച് നിന്ന് നേരത്തെ ആകാശം വഴിയായിരുന്നു യുദ്ധമെങ്കിൽ ഇപ്പോൾ ഒളിയുദ്ധം പോലും നടത്തി അവരുടെ കപ്പലുകൾ ഇല്ലാതെയാക്കുന്നു. അത് അവരുടെ തീരത്ത് വെച്ചല്ല എന്നതുകൂടി ആലോചിക്കണം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണമാവും ഉണ്ടാവുക? നമസ്കാരം കിരൺ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു കാര്യം മറക്കരുത്. നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് പാകിസ്ഥാന്റെ കൂടെ നിൽക്കുകയും ഇന്ത്യ ആക്രമിക്കാൻ 7ാം കപ്പൽപ്പട അയച്ചവരാണ് അമേരിക്ക.